എല്ലാവർക്കും നല്ല ഓട്ടം കിട്ടിയെന്ന് തോന്നണം. ആ ഇത്തിരി രാവിലെ വരാനുള്ളതായിരുന്നു. അതെങ്ങനെ വരും? കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. പൈപ്പിലും വെള്ളം ഇല്ല. വെള്ളം കോരി വെച്ചിട്ട് അരയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്ക് കറണ്ടും ഇല്ല. കറണ്ടും ഇല്ലെങ്കിൽ പൈസ കൂടുന്നതിനാണെങ്കിൽ ഒരു കൈ നടക്കില്ല. കറണ്ട് ഉണ്ടാന്ന് വെച്ചാൽ അതും ഇല്ല. എന്ന് പറഞ്ഞിട്ട് നീ നോക്കിയൊന്നും വേണ്ട, നീ ഓടി വേണം ഇതെല്ലാം നിമത്താനുള്ളത്. ടാക്സ് അടയ്ക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം. ഇതൊക്കെ നിൻ്റെ അടുത്ത് പറയണത് എന്തിനാണെന്ന് അറിയാമോ? നീ ആകുമ്പോൾ ഒന്നും തിരിച്ചു പറയില്ലല്ലോ. ഇതൊക്കെ നമ്മളെ രണ്ടുപേരെയും ഒരേ ജോലി. ഇവനെ അവന്മാർക്കെല്ലാം എന്തോ നല്ല ഓട്ടം കിട്ടിയെന്ന് തോന്നുന്നു. എനിക്കും കൂടെ ഒന്ന് നല്ലൊരു ഓട്ടം കിട്ടിയിരുന്ന ഇന്നത്തെ കൈ നീട്ടാൻ ഉഷാറായനെ. എനിക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. എനിക്കും അല്ല 10-30 രൂപ ഓട്ടം കിട്ടും. അലിയവൻ എന്തായാലും ദൈവം വാരിയും കോരിയും കൊടുക്കും. ഹലോ, ഈ ഓട്ടം പോണാണ് ചേട്ടാ. ഓട്ടം പോകാനല്ലേ ചേട്ടാ ഇട്ടിരിക്കണത്? മടത്തറ വരെ പോണം. എത്ര രൂപ ചേട്ടാ? മീറ്റർ ഇട്ടോടാം. മീറ്റർ കാണുന്ന പൈസ തന്നാൽ മതി. മീറ്റർ ഇടണതൊക്കെ ശരിയാണ്. മീറ്റർ കൃത്യമായിട്ട് പൈസ അടിക്കുമോ? അതോ കൂടുതൽ അടിച്ച് നിങ്ങൾക്ക് കൂടുതൽ പൈസ വാങ്ങിയാൽ ഈ മീറ്റർ ഇട്ടോണ്ട പരിപാടി? എനിക്ക് കിലോമീറ്റർ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അത് ഞാൻ കേട്ടു വെച്ചു. എന്നിട്ട് സ്ഥലം എത്തുമ്പോൾ അത് പറഞ്ഞു തരണം. ചേട്ടാ, മീറ്റർ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് വെച്ചിരിക്കുന്നതല്ല, ഇത് സർക്കാർ വെച്ചിരിക്കുന്നതാണ്. ചേട്ടന് വിശ്വാസം ഉണ്ടെങ്കിൽ കയറിയാൽ മതി. ഒരു ഓട്ടം കൊടുക്കാന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അവളെ അഹങ്കാരം വേണമെങ്കിൽ കയറിയാൽ മതിയെന്ന്. ഇവിടെ വേറൊരു വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെയൊക്കെ താങ്ങണത്. മീറ്റർ നിൻ്റെ വീട്ടിൽ നിന്ന് അല്ലേടി എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവയ്ക്കാം മീറ്റർ. ദൈവമേ, ഏണി കേസാണല്ലോ വന്ന് തെറ്റിരിക്കുന്നത്. എന്തോന്ന് ആലോചിക്കണേ? എന്നെ മനസ്സിൽ തള്ളക്കി വിളിച്ചാലും എന്നാൽ എനിക്കൊരു പുല്ലുമില്ല. ഈ വണ്ടി ഇടറി. ലൈസൻസൊക്കെ ഉണ്ടാ? ഈ ഓട്ടോക്കാരി ഈ സാമാനം ഇടണില്ലേ മീറ്റർ? വലിയ ന്യായം പറഞ്ഞല്ല, ഇടറി അങ്ങോട്ട് ഇടണമെങ്കിൽ. ചേട്ടാ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ട്. പിന്നെ ഇത്തക്കപ്പലല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ ഓട്ടോക്കാരി? ഒരു കാര്യം ചോദിച്ചപ്പോൾ കാണാനൊക്കെ നല്ല സൗന്ദര്യം ഉണ്ടല്ലേ. വെറുതെ എന്തിനായോ ഈ പീറ ആട്ടയൊക്കെ ഓടിച്ച് കിടക്കുന്നത്? നല്ലപോലെ പൈസ കിട്ടും. ചൂടാവേന്നല്ല, ഒരു നഗ്നസത്യം പറഞ്ഞാണ്. അവളോ ഇറങ്ങല്ല, വണ്ടി ഇറങ്ങല്ലോ. എന്തിനു കളി? നീ ഒരു നഗ്ന സത്യം പറയണ്ട. ഇറങ്ങണ എന്റെ വണ്ടിയിൽ നിന്ന്. നീ വേറെ ഏതെങ്കിലും ഓട്ടോ ഓടിച്ചു പോ. എന്റെ വണ്ടി നിനക്ക് ഇനി ഓട്ടോ ഇല്ല. നിന്റെ വണ്ടിയോ വേറെ വണ്ടിയോ? വണ്ടി കയറി കൊണ്ടുപോകണ്ട കറുത്ത ഓട്ടോക്കാരിക്ക ഇല്ല. നിന്റെ ഓട്ടോ ഞാൻ ഓടല്ലേ. ഇറങ്ങണ എന്റെ വണ്ടി. നിന്റെ ഒരു കുണ്ടി മര്യാദയോടെ എന്താ സംസാരിക്കണ? നീ എന്താ സംസാരിക്കണ? നീ ആര് വലുതാ പോയി പാടിയായിരുന്നു. നിന്റെ വണ്ടി ഞാൻ കയറിട്ടുണ്ടെങ്കിൽ, ഈ ദാമു നിന്റെ വണ്ടി കയറിട്ടുണ്ടെങ്കിൽ നീ എന്നെ കൊണ്ടുപോകും. നീ നിന്റെ ഓട്ടം ഞാൻ ഓടണില്ല. ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും. നിന്റെ സൗന്ദര്യം കൂടുതലെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ നിന്നെ മോശമായ ഒരു വഴി പോകാൻ വേണ്ടിട്ട് പറഞ്ഞല്ല. നീ വലിയ താളമൊന്നും പറയണ്ട. ഞങ്ങളെ പോലെയുള്ള പെൺപിള്ളേരെ നിവർത്തിയേട് കൊണ്ടാണ്ടാ നിന്റെയൊക്കെ ഇടയിൽ ഓട്ടം ഓടി ജീവിക്കണത്. മനസ്സിലായോ? നിന്റെയൊക്കെ അമ്മമാരെ സഹോദരിമാരാണെങ്കിൽ നീയൊക്കെ ഇതേപോലെ പറയോ? അല്ലെങ്കിൽ ഏവന്മാരെങ്കിലും പറഞ്ഞാൽ നീയൊക്കെ കേട്ടോണ്ടിരിക്കോ? നീയൊക്കെ അപ്പഴേ തുള്ളും. അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചാ? നിന്റെ ഓട്ടം ഇനി എനിക്ക് വേണ്ട. ഇറങ്ങട വണ്ടിയിൽ നിന്ന്. ഇറങ്ങാൻ പെണ്ണ് ചാടിയാലേ എത്ര വരെ ചാടും നമുക്കറിയാം. വണ്ടി കയറി അല്ലെങ്കിൽ ഞാൻ നിന്നോട് കൂട്ടി കെട്ടിട്ട് ഞാൻ എടുത്തോളൂ വണ്ടി. കേട്ടാ? മനസ്സിലായ? കേൾക്കും പുല്ലേ. ആന്റി ഒരു ഓട്ടം കയറണം. ഞാൻ ഓട്ടം വിളിച്ചപ്പം വന്നില്ലല്ലേ? ഒരു വാളാളി പെണ്ണ് വന്ന് വിളിച്ചപ്പം വണ്ടി എടുത്ത് കൊണ്ടുപോയി. കാണിച്ചു തരാടി, നിനക്ക് കാണിച്ചു തരാം. അന്തസ്സില്ലാത്ത ആട്ടോ ഡ്രൈവർ, ആട്ടോക്കാരി. ഈ മാന്യൻ്റെ അടുത്താണ് അവൾ കാണിച്ചത്. കേട്ടാ? കാണിച്ചു കൊടുക്കാം അവർക്ക്.